എങ്ങനെയുണ്ടായി, ഇഷ്ടപ്പെട്ടോ? യങ്സ്റ്റേഴ്സിനൊക്കെ നല്ലപോലെ റിലേറ്റബിൾ അല്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഓൾസോ ടോവിനോ ഒരു വില്ലൻ ക്യാരക്ടറിലേക്ക്, അതായത് ഹീറോ ക്യാരക്ടറിൽ നിന്ന് വില്ലൻ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് അതിന്റെ പീക്ക് ലെവലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയുള്ള പ്രേക്ഷകർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റേ? ഐ തിങ്ക് കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിനായിരിക്കും മൂവി കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ തോന്നുന്നു. ബട്ട് ഡിപ്പെൻസ്, പറയാൻ പറ്റില്ല. സോ എന്തായാലും അടിപൊളി മൂവിയാണ്. എപ്പോഴെങ്കിലും ലാഗ് ഫീൽ ചെയ്തിരുന്നോ? ലാഗ് അങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ്, അത് എന്താവും എന്നൊരു ഫീൽ ഉള്ളത് കൊണ്ട് ഒരു ലാഗ് ഫീൽ ചെയ്യില്ല. ബട്ട് മേ ബി ഈ ഒരു വൈബ് മാച്ച് ആവാത്തവർക്ക് ചിലപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുമായിരിക്കാം. പക്ഷെ എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. ടീനേജ് കുട്ടികൾക്കൊക്കെ അവരൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതില് ഒരു എക്സ്ട്രാ ക്യാരക്ടർ ഹാഷർ പെട്ടെന്ന് ഒരു എൻട്രി വരുന്നത്, അത് ശരിക്കും അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു. ലാസ്റ്റ് ആണ് ശരിക്കും ഫിലിം നമുക്കൊരു എന്താവും എന്നുള്ളൊരു ഇതിലോട്ട് കൊണ്ടുവന്നത്. നല്ല ഫിലിം ആയിരുന്നു, എൻജോയ്. കളർഫുൾ മൂവിയാണ് അല്ലേ? അതെ അതെ അതെ. ലാസ്റ്റ് ഒക്കെ ഭയങ്കര എൻജോയ്. വിനീത് ശ്രീനിവാസൻ പോരായ്മകളെന്ന് പറയാൻ അങ്ങനെ എനിക്കൊന്നും തോന്നിയില്ലായിരുന്നു. ആദ്യം കുറച്ചൊരു ഇഴച്ചിൽ പോലെ തോന്നി ഫസ്റ്റ് ഹാഫ്, പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് നല്ല രീതിയിൽ കൊണ്ടുപോയത്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? വെരി ഗുഡ്, നല്ലതാണ്. ആക്ഷനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഒരു കോളേജ് സ്റ്റോറിയാണ് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നടന്നൊരു സംഭവത്തിന് അവർ ഒരു മൂവി, എക്സാക്ട് അതല്ല, ബട്ട് നല്ലൊരു മൂവിയാണ്. കോളേജിലെ കുട്ടികൾക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഒരു കളർഫുൾ മൂവിയാണ്, കോമഡി എല്ലാം മിക്സ് ആയിട്ടുള്ള. ഒബ്വിയസ്ലി ഒത്തിരി സർപ്രൈസുകളുണ്ട്. എന്തായാലും ഒന്ന് തിയേറ്ററിൽ തന്നെ കാണാം. ഒരു 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഒരു മൂവി. അപ്പോൾ ഇത് ലാഗ് ആയിട്ട് തോന്നിയിരുന്നോ ഏതെങ്കിലും സൈഡിൽ? പെർഫെക്റ്റ് ആണ്. അതെ, എനിക്കൊന്നും തോന്നിയില്ല. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോങ്സ് ആണെങ്കിലും എല്ലാവരും കോമഡി ആയിട്ട് ഒത്തിരി സർപ്രൈസുകൾ ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഓഫ് കോഴ്സ്. വിനീത് ശ്രീനിവാസന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായി? എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബേസിൽ ജോസഫും നമ്മുടെ ഡെലുലു, റിയ, വിനീത് ശ്രീനിവാസൻ എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു. ടോവിനോ പുതിയൊരു ക്യാരക്ടറായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലതായിരുന്നു. ഓഫർന്ന് വരുന്നില്ല, കാരണം വെച്ചാൽ മൂവിയില് ഓൾമോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിരിക്കാനുണ്ട്, ഭയങ്കരമായിട്ട് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ലൊരു സ്റ്റോറി. ഏത് സാധനമാണ് ചേച്ചിക്ക്, ഏത് ഹാഫാണ്, സെക്കൻഡ് ഹാഫാണോ ഫസ്റ്റ് ഹാഫാണോ ഇഷ്ടപ്പെട്ടത്? എനർജറ്റിക് ആണ്. മൂവി എങ്ങനെ ഇഷ്ടപ്പെട്ടു? സൂപ്പർ. ഒരു ക്യാമ്പസ് ത്രില്ലർ വൈബ്, അടിപൊളിയാണ്. നല്ല പടമാണ്. നമ്മൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ കാണാൻ പറ്റുന്ന സൂപ്പർ പടമാണ്. ടോവിനോ ബേസിൽ ആ ഒരു കോംബോ തൂക്കി. സ്റ്റണ്ടൊക്കെ എങ്ങനെയുണ്ടായി? സ്റ്റണ്ടൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? അടിപൊളി മൂവിയാണ്, ഫസ്റ്റ് വാച്ച് മൂവിയാണ്. ഉറപ്പായിട്ടും കോളേജ് സ്റ്റുഡൻസ് അതുപോലെ യൂത്തിനൊക്കെ നൈസ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. യു വിൽ ജസ്റ്റ് ലവ്. സിനിമ ബേസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ എല്ലാ കോമഡി എനിക്ക് വർക്കായിട്ടുണ്ട്. പിന്നെ അടിപൊളി വില്ലൻ ടോവിനോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബെസ്റ്റ് വില്ലൻ വില്ലനായിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ തെറ്റ് പടമായിട്ട് തോന്നും. ഇമോഷണലി ബാലൻസ്ഡ് ആണ് നമുക്ക് തന്നെ. അത് പിന്നെ വിഷ്ണു, പിന്നെ ദർശന, പിന്നെ സെറിൻ, ഡെലുലു എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം, എന്നാലാണ് നമുക്ക് ആ മാസം റിലീസ്. താങ്ക് യു. ഒന്നും പറയാനില്ല, അതിരടിയല്ല ഇത്, അലയടിയാണ്, ചിരിയുടെ അലയടി. അതുപോലെ എല്ലാം നല്ല സ്റ്റണ്ടുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ തിയേറ്ററിൽ അറിയാതെ കുലുങ്ങി ചിരിക്കും. അതാണ് ഈ ചിത്രത്തിന്റെ വിജയം. നല്ലൊരു ചിത്രം, എല്ലാവർക്കും വന്ന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ, ഈ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം. സന്തോഷം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഞാൻ നാളെ ഫുള്ള് കാണാൻ പോകുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് വന്നേ ഉള്ളൂ. ഒരു പടം കണ്ടു, സന്തോഷം. നല്ല പടം. ഇതുവരെയായിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഒരുപാട് ചിരിക്കാനുണ്ട്. അത് കണക്ക് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കഥയും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വർക്കായി. അതിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. കോമഡിക്ക് കോമഡി ഉണ്ട്, ഇമോഷൻസിന് ഇമോഷൻ ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ട് വർക്കും. നല്ല അടിപൊളി ഒരു ക്യാമ്പസ് പടം. നല്ല മൂവിയാണ്, അടിപൊളിയാണ്. പിന്നെ നന്നായിട്ട് കോളേജില്, നമ്മുടെ കോളേജിലും ഒക്കെ നടക്കുന്ന പോലത്തെ ഒരു കാര്യം ആണ് ഈ ആർട്സ് ഫെസ്റ്റ് ഒക്കെ വേണ്ടാന്ന് നോക്കാം. പിന്നെ അത് തിരിച്ചുകൊണ്ടുള്ള പണിയും പാടൊക്കെ നമ്മളും പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതേപോലെ തന്നെ ബേസിൽ, ടോവിനോ എല്ലാവരും തകർത്തിട്ടുണ്ട്. റിയ. ഒരു 2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ള സിനിമ. അപ്പം ലാഗായിട്ട് തോന്നി എപ്പോഴെങ്കിലും?
ഇല്ല, അങ്ങനെ തോന്നിയില്ല. ആക്ച്വലി തോന്നിയില്ല. ലാഗ് എന്ന് പറയാനൊന്നും അങ്ങനെ ഇല്ല. പിന്നെ പടം ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ പേര്, ഒരു എന്താ പറയാ, കോളേജിന്റെ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കളർഫുൾ ആണ് മൊത്തത്തിൽ. നല്ല തമാശക്കാണ്, നന്നായിട്ട് ലാൻഡ് ചെയ്യുന്ന തമാശകളാണ്. വളിപ്പൊന്നുമില്ല, ലാഗില്ല. അതാണ് പറഞ്ഞത്, നമുക്ക് നല്ലൊരു വൈബിൽ ഇരുന്ന് കാണാൻ പറ്റും. ഫാമിലിയായിട്ട് എല്ലാവരും കാണാൻ പറ്റും. ജനറൽ ഓഡിയൻസിന് വേണ്ടിയുള്ള പടമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പടം. ഓൾ ദി ബെസ്റ്റ് ടു ടീം അതിരടി. താങ്ക് യു. ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. ബേസിലിന്റെ ബേസിലിന്റെ ഷോയുടെ ടോവിനോട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. കൺഗ്രാറ്റ്സ് ടോവിനോ. കാര്യം തൃശ്ശൂർക്കാരനായിട്ടും ട്രിവാൻഡ്രം സ്ലാങ് പറഞ്ഞിട്ടുണ്ട്. അതിനോട് മാക്സിമം ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വിനീതും ഷാനും ഒക്കെ വന്നിട്ട് സിനിമ ടോട്ടലി ഡിഫറെന്റ് ലെവൽ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ബേസിൽ ഇത്ര നല്ല രസമായിട്ട് ആ ഒരു ഫുൾ സിനിമ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. റൈറ്ററിനും ഡയറക്ടറിനും ഒക്കെ കൺഗ്രാറ്റ്സ്. ബിക്കോസ് അത്ര ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കാതെ ഇത്രയും രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. അത് കുട്ടികൾക്കും വലിയവർക്കും യങ്സ്റ്റേഴ്സിനും ഫാമിലിക്കും ഒക്കെ വന്ന് കണ്ട് ചിരിക്കാനുള്ള സിനിമയാണ്. ചിരിക്കാനും സന്തോഷിക്കാനും ഇമോഷൻസും ഉണ്ട്. സോ തീർച്ചയായിട്ടും ബി വർത്ത് വാച്ചിങ്. അത്രയും മനോഹരമായിരുന്നു. സോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്.